ഹായ് ഫ്രണ്ട്സ്, അതിരാവിലെ ഇന്ന് അഞ്ജനയുടെ ഫാദർ വന്നു, ബെല്ലടിച്ചു. ഞങ്ങളെല്ലാവരും ഉറക്കമായിരുന്നു. അതിരാവിലെ വന്നു, കുറേ മലക്കറിയായിട്ട്. അപ്പം അതിനിടയിലൊരു ഉഗ്രൻ സാധനമായിട്ട് വന്നു. ദേണ്ടേ, അമ്പഴങ്ങ കണ്ടിട്ടുണ്ടോ? ഇതാണ് അമ്പഴങ്ങ. ഇന്ന് അപ്പം നമുക്ക് തോന്നി ഇന്ന് അമ്പഴങ്ങ വെച്ചൊരു പരിപാടി ഉണ്ടാക്കില്ല. അപ്പോൾ അഞ്ജന ഇപ്പം അമ്പഴങ്ങ വിത്ത് ഒരു മീൻകറി, അതായത് നെത്തോലിക്കറി, അമ്പഴങ്ങ ഇട്ട നെത്തോലിക്കറി ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് കാണാം. ഓക്കെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇച്ചാൻ പറഞ്ഞ പോലെ തന്നെ അമ്പഴങ്ങയും നത്തോലിയും വെച്ചിട്ട് ഒരു കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കാണിച്ചല്ലോ, ദേ അമ്പഴങ്ങ. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇത് ചട്ടിയിലും നട്ടാൽ ഉണ്ടാവുന്നതാണ്. അതായത് ശ്രീലങ്കൻ, മലേഷ്യൻ അങ്ങനെ പറയുമല്ലോ. അതെ, നാടൻ അമ്പഴങ്ങയല്ല. നാടൻ അമ്പഴങ്ങയാണെങ്കിൽ ഇച്ചിരി കൂടെ പുളി കാണും. ഇത് അല്പം കൂടെ വലിപ്പമുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ കണ്ണിമാങ്ങയൊക്കെ ഇല്ലേ, അതുപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം പുളി കാണും. അപ്പം ഇത് ഒരു ഈ മീൻകറിക്ക് വേണ്ട അനുസരിച്ച് ഒരു 4 5 എടുത്ത് നോക്കാം. അപ്പം പുളിക്കനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് കണ്ടല്ലോ, ഇത് വലിയ നത്തോലി, നത്തോലി എന്ന് പറയും. ആൻചോവീസ് എന്നും ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പം അത് 1/4 കിലോ വാങ്ങിച്ചതാണ്. അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് വേണമെങ്കിൽ 2ആയിട്ട് മുറിച്ചും കറിയിൽ ചേർക്കാവുന്നതാണ്. പിന്നെ എടുത്ത് വച്ചേക്കുന്നത് അരമുറി തേങ്ങയുണ്ട്, തിരകിയത്. അത് ചെറിയ തേങ്ങയാണ്. അപ്പം നമുക്ക് ആ ഗ്രേവിക്ക് ആവശ്യമുള്ള തേങ്ങ. പിന്നെ ഒരു 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 5 ചെറിയ ഉള്ളി ഞാൻ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, ഉലുവാപ്പൊടി. അപ്പം ഇത്രയാണ് വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണയാണ് അവസാനം ഒഴിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ് ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ഈ അമ്പഴങ്ങയ്ക്ക് ഹോഗ് പ്ലം എന്നും പറയും. HOG ഹോഗ് പ്ലം എന്നും പറയും. അപ്പം പലർക്കും അറിയാമായിരിക്കും. ഇത് വെച്ചിട്ട് പിക്കിളിട്ടാലും വളരെ ടേസ്റ്റാണ്. അപ്പം അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 5 എണ്ണം നോക്കാം അല്ലേ? 3 4. ഈ ഒരു കറുപ്പ് പാട് കാണും, അത് ക്ലീൻ ചെയ്തതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് കണ്ണിമാങ്ങയൊക്കെ മുറിക്കുന്ന പോലെ നീളത്തിൽ. വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉരുണ്ടതായതുകൊണ്ട് കയ്യിൽ നിന്നൊക്കെ തെറിച്ച് പോകും ചിലപ്പം. നല്ല മണമല്ലേ ഇതിന് മുറിക്കുമ്പോഴേ. ഇതിൻ്റെ ഈ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കളയാം. അല്ല, അറ്റം ഒരു ഈ ഞെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, പ്രത്യേക മണമല്ലേ. ഇതിങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഈ നത്തോലിയും കൂടെ, ഈ നത്തോലി ഉണ്ടല്ലോ, അത് നമുക്ക് 2ആയിട്ടൊന്ന് മുറിച്ച് വെക്കാം. അതാണ് നല്ലത്. അതാകുമ്പോഴേ കുറച്ചുകൂടെയൊക്കെ പിടിക്കുമല്ലോ, കഴിക്കാനും എളുപ്പമായിരിക്കും. ഇത് വലിയ നത്തോലി ആയതുകൊണ്ട് മുള്ള് പിള്ളേർക്കൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിലേ മുള്ള് മാറ്റാനും എളുപ്പമാണ്. ചെറിയ നത്തോലി ഇതുപോലെ തന്നെ വയ്ക്കാം. അതുപോലെ കൊഞ്ചും അമ്പഴങ്ങയും കൂടെ കറി വെക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇത് 21 നത്തോലിയുണ്ട്, 1/4 കിലോ. അത് വലിയ നത്തോലിക്ക് പറയുന്നത് അങ്ങനെ. ആൻചോവീസ് എന്ന് പറയും ഇംഗ്ലീഷിലെ.
ഇത് നത്തോലി ഉണ്ടല്ലോ, ഇത് ഡെയിലി ഫിഷിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം അതുകൊണ്ട് ക്ലീൻ ചെയ്യേണ്ടിയൊന്നും വന്നില്ല, എളുപ്പമാണ്. നല്ല മീനാണ്. ഞാൻ പലപ്പോഴും വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്. ഈ നത്തോലി ആണെങ്കിലും അവരുടെ കൊഞ്ച്, പിന്നെ ചൂര, അയല എല്ലാം നല്ല പ്രോഡക്റ്റ്സാണ്. രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അരപ്പൊക്കെ റെഡിയാക്കി ഇതെല്ലാം ചെയ്യാം. ഇത് കഷ്ണം പുളിച്ചിട്ട് നല്ല പുളിയുണ്ട്. പിന്നെ മീൻ കറിക്ക് പുളി വേണമല്ലോ. നമ്മൾ ഇതിൻ്റെ കൂടെ ഇനി തക്കാളിയോ വേറെ കുടംപുളിയോ വാളംപുളിയോ ഒന്നും ചേർത്താൽ ഇതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. അപ്പം ഇത് മാത്രം ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഇത് പുളിഞ്ചിക്ക ഇങ്ങനെയുള്ളതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ നത്തോലി, ചാള ഇങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ ചേർത്താൽ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ 5 അമ്പഴങ്ങ ഉണ്ടല്ലോ, അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിക്കണം. ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് ഗ്രേവിക്ക് ആവശ്യം. ഓക്കെ. അപ്പം വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ചൂട് വെള്ളമാണേ. ഇതൊന്ന് വേവണമല്ലോ കഷ്ണം. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതിനകത്ത് ഇനി മഞ്ഞളും മുളക് പൊടി ഇടും. അപ്പം അടുപ്പ് കത്തിച്ചു. മഞ്ഞൾ നമുക്ക് 1/4 സ്പൂൺ ഇടാം. പിന്നെ മുളക് പൊടി നമുക്ക് 1 ടീസ്പൂൺ ഇടാം. ഇനിയും ചേർക്കണം. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോഴേ ഇനിയും ചേർക്കണം. അപ്പം ഈ കഷ്ണത്തിലൊന്ന് പിടിക്കാനാണ്. ഉപ്പ് ഇടാം. ഇതൊന്ന് തിളച്ച് ഒന്ന് 1/4 വേവാവട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഓക്കെ. അപ്പോൾ ഇതൊന്ന് വേവട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇങ്ങനെ ഒരു അടപ്പൊക്കെ വെച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 2ആയിട്ട് കീറി വെക്കാം. അത്യാവശ്യം എരിവ് വേണമല്ലോ, മുളക് പൊടിയുടെ എരിവും പിന്നെ ഇതിൻ്റെ ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ല ഇതാണ്. അപ്പം ഇത് 3 മുറിച്ച് വെച്ചു. ഇനി നമുക്ക് അരപ്പിന് വേണ്ടതാണ്. ദേ 1/2 മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഇടുകയാണ്. ഒരുപാടങ്ങ് മഷി പോലെ അരയണ്ട. നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള ഒരു അത്യാവശ്യം നല്ല രീതിയിൽ അരയണം. ഇനി ഈ ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാം. അതും 5 ചെറിയ ഉള്ളിയാണ്. അത് വട്ടത്തിൽ അരിഞ്ഞത്. അരിഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി മഞ്ഞൾ അത് വീണ്ടും 1/4 സ്പൂൺ ചേർക്കാം. മഞ്ഞളിട്ടു. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി അല്പം വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് അരയ്ക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ടു. ഇതിനി വെള്ളം ചേർത്ത് നന്നായിട്ട് ഒരുപാട് പേസ്റ്റായിട്ട് അരയണ്ട. അതിന് തൊട്ട് മുമ്പുള്ള പരുവത്തിൽ നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് അരയ്ക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ. ഒരുപാടങ്ങ് മഷി പോലെ അരഞ്ഞിട്ടുമില്ല, എന്നാൽ പരുവത്തിന് അരഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് അമ്പഴങ്ങയൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരപ്പ് ചേർക്കാം. ദേ വെന്തുകൊണ്ടിരിക്കുകയാണ്. മാങ്ങയൊക്കെ ഇട്ട് വേവിക്കുന്ന കറിക്കുമൊക്കെ നല്ല മണമല്ലേ, അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക മണം. വെന്തില്ല, അരഭാഗേ ആയുള്ളൂ. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം.
ഏകദേശം 5 മിനിറ്റോളം തിളച്ചു അല്ലേ? ഇനി അരപ്പ് ചേർക്കണ്ടേ? ചേർക്കണം. അരപ്പ് ചേർക്കണം. അരപ്പ് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കും. അരപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി മിക്സി കഴുകിയ വെള്ളം കൂടെ അല്പം ചേർക്കും. അല്ല അല്ല, ഇതിപ്പം പച്ചവെള്ളത്തിലല്ലേ അരച്ചേ തേങ്ങ. അപ്പം ബാക്കി ഇതും കൂടെ ചേർത്തിട്ടൊന്ന് തിളയ്ക്കട്ടെ. മിക്സി കഴുകിയ വെള്ളവും കൂടെ അല്പം ചേർക്കുക. അങ്ങനെ അരപ്പും അമ്പഴങ്ങയും എല്ലാം കൂടെ വേവുകയാണ്. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പം കളർ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാൻ? ആ ഒരു ഓറഞ്ച് കളറല്ലേ? ഉപ്പൊക്കെ നോക്കണം. അപ്പം അരപ്പ് തിളച്ച് കഴിഞ്ഞു. ഇനി മീനൂടെ ഇട്ട് കൊടുക്കാം. അപ്പം അരപ്പ് തിളച്ച് തുടങ്ങി. നമുക്ക് ഈ മീനൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കാൽ സ്പൂൺ ഉപ്പൂടെ ചേർക്കുകയാണ്. ഉപ്പ് പിടിക്കണമല്ലോ. ഇതാവട്ടെ. ഒരു 5-10 മിനിറ്റ് കൂടെ ഒന്ന് എണ്ണയൊക്കെ തെളിയുന്നവരെ ഒന്ന് തിളയ്ക്കണം. അടച്ചു വെച്ച്, തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് വേവിക്കുക. ആയില്ല, എണ്ണ തെളിയണമല്ലോ. വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റണം. പിന്നെ മീനിൽ പുളിയും ഉപ്പും ഒക്കെ പിടിക്കണം. ആ ഒരു മീൻ കറി ആവുന്ന ഒരു പരുവമുണ്ടല്ലോ. 5 to 10 മിനിറ്റ്സ് ഇങ്ങനെ ഒന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞ് ആ ഒരു മണം വരുമ്പോഴാണ് കറി റെഡിയായെന്ന് മനസ്സിലാവുന്നത്. ഇനി സ്പൂണിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്. ഒന്ന് ഈ നമ്മളെന്തെങ്കിലും കൈ പിടിക്കുന്ന തുണി കൊണ്ടോ ചൂട് തട്ടാത്ത വിധം ഒന്ന് ഇളക്കി കൊടുക്കുക. ദേ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അല്ലാതെ സ്പൂണും തവിയിട്ടൊന്നും ഇളക്കാതിരിക്കുക. ആയിട്ടില്ല, ആവാനുണ്ട്. അങ്ങനെ ഒരു 5-10 മിനിറ്റ് മീൻ കിടന്ന് തിളച്ചു. ദേ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം നമുക്കറിയാം ആ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. പുളിയൊക്കെ കറക്റ്റാണ്. ഉപ്പുമൊക്കെ ഞാൻ നോക്കി. ഗ്രേവി ഉണ്ടോ? നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രേവി ഉണ്ട്. അപ്പം നമുക്കിനി ഇത് വെളി വെച്ചിരുന്നാലും മതി. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് കിടക്കുക. നെക്സ്റ്റ് ഡേ നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. തിളപ്പിച്ച് വെച്ചാൽ ചീത്തയാവത്തില്ല. തേങ്ങ അരച്ചതുകൊണ്ട് നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്തേ ഒക്കുള്ളൂ. മുളക് കറി പോലെ അല്ലല്ലോ. ഇനി വേണ്ടത് നമുക്ക് കറിവേപ്പില ചേർക്കണം. പിന്നെ ഉലുവാപ്പൊടിയും ചേർക്കണം. ഞാനതിന് വേണ്ടിയിട്ട് ഒരല്പം, ഒരു കൂടി പോരുത്, അല്പം ഉലുവാപ്പൊടി ചേർക്കുന്നു. പിന്നെ പച്ച വെളിച്ചെണ്ണ അല്പം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് 1 ടീസ്പൂണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അല്പം ഒഴിച്ചു കൊടുക്കുക, ഒരു മണത്തിന് വേണ്ടിയിട്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നത്തോലി അമ്പഴങ്ങ കറി റെഡിയായി. നല്ല മണമാണ്. അത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് വെക്കത്തില്ലേ മീൻ കറി, അതുപോലെ തന്നെ നല്ല മണവും രുചിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്, വളരെ എളുപ്പമാണ്. നമുക്ക് കണ്ടില്ലേ, കുറച്ച് സാധനങ്ങളല്ലേ വേണ്ടി വന്നുള്ളൂ. അപ്പം അമ്പഴങ്ങ ഇല്ലാത്തവർ മാങ്ങ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുക കേട്ടോ. ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക്. പിന്നെ കറിവേപ്പില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് അല്ലേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്പഴങ്ങയും കഴിക്കാൻ പറ്റും, മീനും കഴിക്കാൻ പറ്റും, എല്ലാം കൂടെ
പിന്നെ എങ്ങനെയാ കുറച്ചൊരു ഒരു മീനിന്റെ കഷ്ണവും എന്തായാലും നീ ഉണ്ടാക്കിയല്ലേ അതല്ല അടിപൊളിയല്ലേ അത് ഒരു കുറച്ചൊരു ഇത് തന്നെ ചൂടാ അതുകൊണ്ട് ഊതി തിളപ്പിച്ചിട്ട് തന്നാ മതി. ഈ വ്ളോഗോടും കൂടി ഞാൻ അടിച്ചു പോരുത്. അടുത്ത വ്ളോഗ് എടുക്കാൻ വേണ്ടേ? ചൂടായതുകൊണ്ടാ കേട്ടോ. അതുകൊണ്ട് അയ്യോ നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? അല്ല നമ്മൾ വെട്ടിയതുകൊണ്ടായിരിക്കും രണ്ടായിട്ടും. അതുകൊണ്ടല്ല, നമ്മൾ ആദ്യം അമ്പഴങ്ങ വേവിച്ചിട്ടല്ലേ അരപ്പും മീനും ഒക്കെ ചേർക്കുന്നത്. അപ്പം പെട്ടെന്ന് പിടിക്കും. നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചാലും പക്ഷെ അമ്പഴങ്ങ വേവാൻ ഇച്ചിരി ടൈം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം വേവിക്കുന്നത്. പിന്നെ ഈ അമ്പഴങ്ങയും അരപ്പും ഒക്കെ വെന്തിട്ട് നമ്മൾ മീൻ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഒട്ടും ഉളുമ്പും മണമോ ഒന്നും വരത്തില്ല. നല്ല രുചിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ ഞെക്കിക്കോ. ബൈ. Okay.